സോ 128ഉം 129ഉം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 130 റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓൺ കോർട്ട് ഓർ ട്രിബ്യൂണൽസ് ഓർഡർ ആണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പണ്ട് അക്കൗണ്ട്സ് ഒരിക്കൽ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ പുതിയ കമ്പനീസ് ആക്ടിൽ നമുക്ക് റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സിന് വകുപ്പുണ്ട്. പക്ഷേ അതിനെന്ത് ചെയ്യണം? അതിന് കോടതിയുടെയോ ഈ പറഞ്ഞ ട്രിബ്യൂണലിൻ്റെയോ നാഷണൽ കമ്പനിലോ ട്രിബ്യൂണലിൻ്റെയോ ഓർഡറിൻ്റെ ആവശ്യമാണ്. സെക്ഷൻ 130. അപ്പോൾ ഈ ചാർട്ടിൽ തന്നെ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഇതിനാദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. എങ്ങനെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റോ സെബിയോ ഇൻകം ടാക്സ് അതോറിറ്റീസോ മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യണം. കോടതിയിലോ ഹോണറബിൾ ഹൈക്കോർട്ടിലോ ഹോണറബിൾ നാഷണൽ കമ്പനിലോ ട്രിബ്യൂണലിലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഹിയറിംഗും മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കോടതി അതിനെ ഓർഡർ ഇടുകയും ഏർലി അക്കൗണ്ട്സ് ചെയ്ത എന്താ പറയുക, 2 ഗ്രൗണ്ട്സിലാണ് ബേസിക്കലി ഉണ്ടാകുന്നത്. ഒന്ന്, ഈ പറഞ്ഞ ഏർലിയർ ഓൾറെഡി ക്ലോസ് ചെയ്ത അക്കൗണ്ട്സ് ഫ്രോഡലൻ മാനറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നു. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ അഫയേഴ്സ് മിസ്മാനേജ് ചെയ്യുന്നു. പൊതുവേ ഒരു പ്രൈമ ഫേസി എവിഡൻസ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, കോടതി അല്ലെങ്കിൽ ട്രിബ്യൂണൽ അതിന് അനുവദിക്കുന്നത്, ഈ അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. അതിനുശേഷം മറ്റുള്ള പാർട്ടീസിന് നോട്ടീസ് കൊടുത്തതിന് ശേഷവും റെപ്രസെൻറ്റേഷനും മറ്റുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം അതിനനുസരിച്ചുള്ള ഓർഡർ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കുട്ടികൾ പഠിക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, പോയിന്റ് നമ്പർ 1. ഏതൊക്കെ ആൾക്കാർ അപ്ലൈ ചെയ്താണ് അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, പോയിന്റ് നമ്പർ 2. 3, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്. അങ്ങനെ 3 കാര്യങ്ങൾ മാത്രം ഈ ഏരിയയിൽ പഠിച്ചാൽ മതിയാവും. ഐ റിപ്പീറ്റ് അഗെയിൻ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റും അണ്ടർ സെക്ഷൻ 130, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഓർഡർ കോടതിയും അതുപോലെ ട്രിബ്യൂണലും അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ മറ്റുള്ള ആക്സിഡൻ്റൽ ആയിട്ടുള്ള കോൺസിക്വൻസ് എന്താണ്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യുന്ന പ്രൊവിഷനാണ് സെക്ഷൻ 130യിലുള്ളത്. ഇത് പറയുമ്പോൾ അതിൻ്റെ മറ്റുള്ള ചെറിയ പ്രൊസീജിയേഴ്സ് ഉണ്ട്, നോട്ടീസ് അയക്കുന്നതിനെ കുറിച്ചും കാര്യങ്ങളുണ്ട്. അത്രത്തോളം പ്രൊസീജിയർ വൈസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട എങ്കിൽ പോലും ഒരു ബേസിക് നോളജിലോട്ട് ഈ ഏരിയ പഠിച്ചാൽ മതിയാവും. അടുത്ത ഇതേപോലെ ഒരു സെക്ഷനാണ് സെക്ഷൻ 131. മറ്റത് കോടതിയുടെയോ എന്താ പറയുക ട്രിബ്യൂണലിൻ്റെയോ ഓർഡറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ റീ ഓപ്പൺ ചെയ്യണം. എന്നാൽ ഇതങ്ങനെയല്ല. അടുത്ത സെക്ഷൻ 131 നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അത് കോടതിയുടെ എന്താ പറയുക ട്രിബ്യൂണലിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, നമ്മൾ തന്നെ വോളണ്ടറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ ബോർഡ്സ് റിപ്പോർട്ടോ അത് നമ്മൾ വ്യത്യാസം നമ്മൾ ബേസിക്കലി എന്താ പറയുക 130 എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 130 എന്ന് പറയുന്നത് അക്കൗണ്ട്സ് റീ ഓപ്പണിങ്ങിനെ കുറിച്ചാണ്. അക്കൗണ്ട്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റീ ഓപ്പണിങ്ങിനെ കുറിച്ചാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല. നേരെ മറിച്ച് 131 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത ബോർഡ്സ് റിപ്പോർട്ട് എന്താണ് വോളണ്ടറി ആയിട്ട് റിവൈസ് ചെയ്യുന്നതാണ്. ബേസിക്കലി കമ്പനിയുടെ ബോർഡാണ് അത് തീരുമാനിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അണ്ടർ സെക്ഷൻ 129 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ 134 ബോർഡ്സ് റിപ്പോർട്ടോ നമ്മൾ റീ ഓപ്പൺ ചെയ്യും. അതിനും ആരുടെ അപ്രൂവൽ ആവശ്യമുണ്ട്, നമുക്ക് ഓർഡർ ഓഫ് ട്രിബ്യൂണൽ, നാഷണൽ കമ്പനിലോ ട്രിബ്യൂണലിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമുണ്ട്. അതിനനുസരിച്ച് നമ്മളത് അതിൻ്റെ ഓർഡറിനെ ബേസ് ചെയ്ത് തന്നെ റിവൈസ് ചെയ്യുന്നു. തൊട്ട് മുമ്പിലത്തെ 3 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ റിവൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് റിവൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നാഷണൽ കമ്പനി ട്രിബ്യൂണൽ ഓർഡറും റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് നമ്മൾ ഒന്നുകൂടി പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ROCയിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ 130ഉം 131 തമ്മിലുള്ള ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് അക്കൗണ്ട്സ് ആണ്, ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് ഓൺ ദ ഓർഡർ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ആണ് അത് കുത്തിപ്പോക്കുന്നത്. മറ്റത് ഇത് നമ്മൾ തന്നെയാണ് വോളണ്ടറി ആയിട്ട് ചെയ്യുന്നത്. മറ്റതിലൊരു ഫ്രോഡിൻ്റെ എലിമെൻറ്റ്, ഇതിൻ്റെ അകത്ത് ഫ്രോഡിൻ്റെ എലിമെൻറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കൂട്ടുള്ള ബേസിക്സ് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 130ഉം 131നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഡിയർ സ്റ്റുഡൻസ്, അടുത്ത് പോകുന്നൊരു ഏരിയ ആണ് 132. നഫ്ര എന്ന് പറയും, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയും. നഫ്ര എന്നാണ് എൻ്റെ ഷോർട്ട് ഫോം വിളിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഇൻ്റർമീഡിയറ്റ് ലെവലിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ അതൊരു ഫൈനൽ ലെവൽ ഏരിയ ആണെങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള ബേസിക് സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ്. നഫ്രയുടെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ പവേഴ്സ് എന്താണെന്ന് മാത്രം അറിഞ്ഞു പോയാൽ മതി. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാട് കയറി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. എങ്കിലും ജസ്റ്റ് ഓവറോൾ ആയിട്ട് അറിഞ്ഞു പോയാൽ മതി. കമ്പനീസ് ആക്ടിലെ പുതിയൊരു അതോറിറ്റിയുടെ പേരാണ് നഫ്ര. അല്ലെ മറ്റുള്ള എന്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്കും കമ്പനീസ് ആക്ടിലെ അക്കൗണ്ട്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഓഡിറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഓഡിറ്റേഴ്സിന് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ICA ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള പ്രത്യേക ഒരു അതോറിറ്റിയുടെ പേരാണ് നഫ്ര, നാഷണൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസുകളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ബേസിക്കലി മേക്ക് റെക്കമെൻഡേഷൻസ് ആണ്. അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ് പോളിസീസ് ഉണ്ടാക്കുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുക. മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് കംപ്ലയൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്പനികൾ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യുക. ഓഡിറ്റ് ഫേംസിൻ്റെ പ്രൊഫഷണൽ സർവീസസ് ക്വാളിറ്റി ഓഫ് സർവീസ് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ സച്ച് അതർ ഫംഗ്ഷൻസ്, കുട്ടികളെ മറക്കരുത്. ഈ 5 ഫംഗ്ഷൻസും 4 ഫംഗ്ഷനും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. റെക്കമെൻഡേഷൻ, മോണിറ്ററിങ്, ഓവർസീ ക്വാളിറ്റി ഓഫ് സർവീസസ് ആൻഡ് പെർഫോം സച്ച് അതർ ഫംഗ്ഷൻ. എന്തായാലും നഫ്രയുടെ ബേസിക്കലി ഈ അതോറിറ്റിയുടെ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കിയിരിക്കണം.
പിന്നെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോയെന്നുണ്ടെങ്കിൽ ചെയർപേഴ്സണ് മാനുടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ നോക്കിയിരിക്കുന്നതാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയത്തില്ല. എങ്കിലും ചില ഏരിയസ് എന്ത് ചെയ്യും, ഇവിടെ എല്ലാ ഏരിയയിലും ഒന്ന് ഓവറോളായിട്ട് വായിച്ചു പോകുന്നതല്ലാണ്. കാരണം എന്ന് വെച്ചാൽ നഫ്രയെ സംബന്ധിച്ചോളം ഹാസ് ദ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എയ്തർ സുവമോട്ടോ എന്ന് വെച്ചാൽ സ്വമേധയായിട്ടോ ഓർ റെഫറൻസ് മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് for such class of bodies or body corporate etc. and into the matters of professional and other misconduct committed by a member or firm of chartered account. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു കമ്പനിക്ക് അഗൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അവിടുത്തെ അക്കൗണ്ട്സ് നോക്കുന്ന ഒരു ഓഡിറ്ററിനെയോ ഒരു ഓഡിറ്റ് ഫേമിനെയോ ഒരു ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ICAയോ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേമിനെയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് തന്നെ നഫ്ര ഒരർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ പരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മോണിറ്ററിംഗ് റോളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ടീത്തിനെ കുറിച്ച്, ടീത്ത് എന്ന് വെച്ചാൽ അവരെ ഡീറ്റെയിൽ പവേഴ്സിനെ കുറിച്ചൊന്ന് കുട്ടികളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യം നോക്കുക. എവിഡൻസ് എടുക്കുന്നതിനെ കുറിച്ച് CPC 1908 അത് സിവിൽ പ്രൊസീജിയറിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ അതിന് അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള പവേഴ്സ് യൂസ് ചെയ്യാമെന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അത് നോക്കുക, പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഒത്തിരി പേടിപ്പിക്കുന്നില്ലെങ്കിലും നഫ്രയെ സംബന്ധിച്ചോളം പ്രൊഫഷണൽ മിസ്കണ്ടക്ട് പ്രൂവ് ചെയ്യപ്പെട്ടത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഏതെങ്കിലും CFO ചാർട്ടേഡ് അക്കൗണ്ട്സോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഇൻ്റലിജ് ചെയ്യുന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് കേസെടുക്കാം. അത് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ 1 ലക്ഷം മുതൽ 5 ടൈംസ് ഓഫ് ദ ഫീസ് ചാർജ് ചെയ്തിരിക്കുന്നതിന് പെനാൽറ്റി ഇട്ട് അടിക്കുക. അതുപോലെ തന്നെ ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ മിനിമം 5 ലക്ഷം മുതൽ 10 ടൈംസ് ഓഫ് ആ ഫേം ചാർജ് ചെയ്ത ഫീസ് നമുക്ക് പെനാൽറ്റി ഇട്ട് അടിക്കാം. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരു മെമ്പറിനെ മിനിമം 6 മാസം മുതൽ മാക്സിമം 10 വർഷം വരെ വേണമെന്നുണ്ടെങ്കിൽ ഡീബാർ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ട്സിന് മേലിൽ ഒരു ഇതുപോലെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന മറ്റൊരു അതോറിറ്റി എന്ന് പറയുന്നത് നഫ്രയാണ്. അതുകൊണ്ട് തന്നെ നല്ലതിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ പെനാൽറ്റി അടിക്കുക മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ ആ മെമ്പറിനെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനെ മാറ്റി ഡീബാർ ചെയ്ത് 6 മാസം മുതൽ 10 വർഷം വരെ വേണമെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, ചാർട്ടേഡ് അക്കൗണ്ട് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഡീബാർ ചെയ്യാം. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എങ്കിലും ഓവറോൾ ആയിട്ട് നഫ്രയുടെ പവേഴ്സും അവരുടെ പെനാൽറ്റി അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതിനു വേണ്ടി നഫ്ര റൂൾസ് 2018 ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നഫ്ര റൂൾസ് 2018 എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഓവറോൾ ആയിട്ട് അറിഞ്ഞു പോവുക. ഒത്തിരി സമയം ചിലവാക്കി തലപ്പൊക്കേണ്ട ആവശ്യമില്ല. ഇന്റർമീഡിയറ്റ് ലെവൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫൈനലിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഒതന്റിക്കേറ്റീവ് ആയിട്ടൊന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് റിവ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ റെക്കമെൻഡേഷനും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെക്കമെൻഡേഷനും കൂടെ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അത് ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽസിന് അഫ്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം എന്നല്ല. പനിഷ്മെൻ്റ് ഒന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും വലിയൊരു ആവശ്യമില്ല. നമുക്കിനി നേരെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിലോട്ട് പോകാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. 3 ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എങ്കിലും സെക്ഷൻ 134 എന്നുള്ള സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെയാണ് ബേസിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും ബോർഡ്സ് റിപ്പോർട്ട്സിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. എന്നാണ് ബോർഡ്സ് റിപ്പോർട്ട്? ഡയറക്ടർമാർ കമ്പനിയുടെ പൈസയും കാര്യങ്ങളൊക്കെ വെച്ച് 1 വർഷം കമ്പനിയുടെ ആക്ടിവിറ്റി ചെയ്തതിനു ശേഷം വർഷം തോറും അല്ലെങ്കിൽ വാർഷികമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 134 ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ബോർഡ്സ് റിപ്പോർട്ട്. ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇസ് അറ്റാച്ച്ഡ്. ആക്ച്വലി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, സെക്രട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്, SAR ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ആരുടെ അറ്റാച്ച്മെന്റ് ആണ്? ബോർഡ്സ് റിപ്പോർട്ടിന് അനക്സർ ആയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ റിപ്പോർട്ട് പോലും ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഓഡിറ്റ് റിപ്പോർട്ടും പ്രാക്ടീസിംഗ് കമ്പനീസിന്റെ SAR സെക്രട്ടറി ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബോർഡ്സ് റിപ്പോർട്ടിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The auditor's report is to be attached to every financial statement. A report by the board of directors containing details on the matters specified include director's report, responsibility statement shall be attached. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ്സ് ആയ റിപ്പോർട്ട്സും കാര്യങ്ങളും ഏതിനു കൂടെയാണ് അറ്റാച്ച് ചെയ്യേണ്ട കുട്ടികളെ? നമ്മൾ ബോർഡ്സ് റിപ്പോർട്ടിന് കൂടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ പൊതുവെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സൈനിങ് ഓഫ് അല്ലെങ്കിൽ ഒതന്റിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആർക്കാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടാനുള്ള അധികാരം, സൈൻ ചെയ്യാനുള്ള അധികാരം? ഓഡിറ്റർ എന്ന് പറയുന്നത് ഓഡിറ്റർ നമ്മൾ സർട്ടിഫൈ ആണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ കമ്പനിക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദ ബോർഡ്, ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ആര് ഒപ്പിടുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അവർ ഒപ്പിട്ടതിന് ശേഷമാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത് പരിശോധിച്ച് നോക്കിയിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത് അല്ലേ. FRN നമ്പറും മെമ്പർഷിപ്പ് നമ്പറൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ഒപ്പിടുന്നത്? ഹൂ ഹാവ് ടു ഒതന്റിക്കേറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ആൻസർ. ആരാണ് ചെയ്യേണ്ടത്? ബേസിക്കലി നമ്മൾ അതിന് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നി അതിൻ്റെ ഒരു കാറ്റഗറി ഇങ്ങനെയാണ്: ചെയർമാൻ ഓർ ചെയർമാൻ ഹു ഈസ് ഓതറൈസ്ഡ്. കമ്പനിക്ക് ചെയർമാൻ ഉണ്ടെങ്കിൽ, ചെയർപേഴ്സൺ ഉണ്ടെങ്കിൽ അദ്ദേഹമോ, അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സോ. ആ 2 ഡയറക്ടർ ഒരാൾ ആരായിരിക്കണം? MD ആയിരിക്കും. ഇതാണ് ഒരു ഗ്രൂപ്പ്. ഒന്നുകൂടി പറയാം, ഒരുപാട് കുട്ടികൾക്ക് കൂടി കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിൽ ചെയർമാനോ അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സോ. 2 ഡയറക്ടർ ഒരാൾ എപ്പോഴും ആരായിരിക്കണം? MD ആയിരിക്കണം. പ്ലസ് ഇതിന് പുറമെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും കമ്പനി സെക്രട്ടറി എന്ത് ചെയ്തിരിക്കണം? ഒപ്പിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഈ പടം തന്നെ ഒരു മിശ്രപ്രശ്നമാണ്. ഇത് കണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒപ്പിടുന്നില്ലായിരിക്കും. അങ്ങനെയല്ല, അത് ശരിക്കും 2 ഓപ്ഷനാണ്. ഒന്നീ ചെയർമാൻ ഒപ്പിടണം, അല്ലാത്ത പക്ഷം 2 ഡയറക്ടേഴ്സ് ഒപ്പിടണം.
ആ 2 ഡയറക്ടേഴ്സിൽ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം എം ഡി ആയിരിക്കണം. ഇനി എം ഡി അല്ല, ആ കമ്പനി സിഇഒ ആണെന്നാണ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ സിഇഒയ്ക്ക് ഒപ്പിടാം, പക്ഷേ അദ്ദേഹം ആരായിരിക്കണം, കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരിക്കണം. ഇത് ഒരു കാറ്റഗറി. അപ്പോൾ ഒന്നുകൂടി പറയാം, ചെയർമാൻ ഓർ 2 ഡയറക്ടേഴ്സ്. ഈ 2 ഡയറക്ടേഴ്സിൽ ഒരാൾ എം ഡി ആയിരിക്കണം. എം ഡി ഇല്ലാത്ത കമ്പനിയിൽ സിഇഒ ഉണ്ടെന്നുണ്ടെങ്കിൽ സിഇഒയ്ക്ക് ഒപ്പിടാം, പക്ഷേ അദ്ദേഹം ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരിക്കണം. ഇതാണ് ഒരു കാറ്റഗറി. പ്ലസ് ആണ് ഇതിൻ്റെ കൂടെ 2 പേര് ഒപ്പിടണം, 2 പ്രൊഫഷണൽസ് ഒപ്പിടണം, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, കമ്പനി സെക്രട്ടറി ഒപ്പിടണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് വരച്ച് പഠിക്കാന്നുള്ളൂ. പക്ഷേ ഈ പിക്ചർ കണ്ടാൽ തോന്നും ചെയർമാൻ ഒപ്പിടണം, സിഇഒ ഒപ്പിടണം, CFO ഒപ്പിടണം, കമ്പനി സെക്രട്ടറി ഒപ്പിടണം. അങ്ങനെയല്ല, അതൊരു ഓപ്ഷൻ, 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒതൻറ്റിക്കേഷൻ ബന്ധപ്പെട്ടുള്ള ഏരിയ. ഡയറക്ടർ ബോർഡ്സ് റിപ്പോർട്ടിൻ്റെ ഈ ഒരു പിക്ചർ നല്ല റിപ്പോർട്ട്. എനിക്ക് ഈ സ്റ്റഡിമേറ്റിൽ എസ്പെഷ്യലി ഈ ഏരിയ വളരെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡ്സ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർഡ്സ് റിപ്പോർട്ടിൽ വരേണ്ട കാര്യങ്ങൾ എന്താണ്, കമ്പനി എത്ര ബോർഡ് മീറ്റിംഗ് നടത്തി, കമ്പനിയുടെ ഡയറക്ടർമാർ എന്തെങ്കിലും അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് എന്തെങ്കിലും ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, കമ്പനിയുടെ കംപ്ലയൻസ് റിപ്പോർട്ട്സ് കാര്യങ്ങൾ എങ്ങനെ, പർട്ടിക്കുലേഴ്സ് ഓഫ് ലോൺ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഓഡിറ്റേഴ്സിൻ്റെ കമൻസ്, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറിയുടെ കമൻസ്, കമ്പനിയുടെ ഓവറോൾ വ്യൂ, കമ്പനിയുടെ ഔട്ട്ലുക്ക്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ CSR ഇനിഷ്യേറ്റീവ്സ്, എല്ലാ ഏരിയയെക്കുറിച്ചും ഒരു കമ്പനി ഒരു വർഷം നടന്നുള്ള എല്ലാ ഏരിയയെക്കുറിച്ചും സമഗ്രമായ ഡയറക്ടർമാർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ബോർഡ്സ് റിപ്പോർട്ട്. അതിൻ്റെ അകത്ത് അധികം സ്റ്റഡിമേറ്റിൽ കാണുന്നില്ല എങ്കിൽ പോലും എന്താണ്, ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ഏരിയ ഉണ്ട്, DRS എന്ന് പറയും. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോൾ അതിൻ്റെ അകത്ത് IFC ഉണ്ട്, അതായത് എന്താണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിനെ കുറിച്ച് പറയുന്നത് IFC. അപ്പോൾ മറക്കരുത് 2 കാര്യങ്ങൾ. ഡയറക്ടേഴ്സ് റിപ്പോർട്ട് പഠിക്കുമ്പോൾ അധികം സ്റ്റഡിമേറ്റിൽ ഞാൻ കണ്ടില്ലെങ്കിലും പഠിക്കേണ്ട കാര്യം എന്താണ്, ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ആണ് DRSഉം. അതിൻ്റെ താഴെ വരുമ്പോൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ IFC എന്ന് പറയുന്നൊരു പുതിയ ഏരിയ ഉണ്ട്, അതും കൂടെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അവിടെ വേറെ ഒത്തിരി ഡീറ്റെയിൽസ് നമ്മൾ കഥയൊന്നും പഠിച്ച് സമയം ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് ആർ ദ കണ്ടൻസ് എന്നുള്ള ചോദ്യമൊന്നും വരത്തില്ല, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും. എങ്കിലും ആ ഏരിയ ഒന്നും നല്ല എന്ത് ചെയ്യാൻ നോക്കി പോകുന്നില്ല. ഇതാ കിടക്കുന്നു ഞാൻ പറഞ്ഞ ഏരിയ. ഇതാണ് ഞാൻ പറഞ്ഞത് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് 134 സബ്സെക്ഷൻ 5 നല്ലയിൽ പഠിച്ചിട്ട് പോകണം. അതിൻ്റെ അകത്താണ് മെയിൻലി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കംപ്ലൈ ചെയ്താണോ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇല്ലാത്ത പക്ഷം ഡിപ്പാർച്ചർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ, ഡയറക്ടർമാർക്ക് അക്കൗണ്ടിംഗ് പോളിസീസും കമ്പനിയുടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, പ്രോപ്പർ കെയർ, അസറ്റ്സും കാര്യങ്ങൾക്ക് പ്രോപ്പർ കെയർ ആൻഡ് എന്താണ് ഡ്യൂ ഡിലിജൻസ് അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അക്കൗണ്ട്സ് ഗോയിങ് കൺസേണിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, പിന്നെ എന്താണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ പ്രോപ്പറായിട്ട് എന്താണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഒരു കമ്പനിയുടെ നമ്മുടെ സൈഡുകളിൽ അക്കൗണ്ടിങ് പോളിസി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്റേണൽ കൺട്രോൾ സംഭവങ്ങൾ, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ബന്ധപ്പെട്ട ഹാർട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തിരിക്കുന്നുള്ളതിനെ കുറിച്ച് ഡയറക്ടർമാർ മറുപടി പറയേണ്ട അല്ലെങ്കിൽ ഡയറക്ടർമാർ റിപ്പോർട്ട് ചെയ്യേണ്ട ഏരിയയാണ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഈസ് പാർട്ട് ഓഫ് ദ ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. ഇത് നിലയിലൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒപ്പിടുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒപ്പിടുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് മാത്രം ഒപ്പിടുന്നതിന് പ്രത്യേക പ്രൊവിഷൻ ഉണ്ട്. അത് ഒപ്പിടുന്നത് കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിരിക്കണം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഡയറക്ടറിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാം. ആ 2 ഡയറക്ടറിനെ പ്രത്യേകം ഓതറൈസ് ചെയ്യണം. അതിലൊരാൾ MD ആയിരിക്കും. ഒന്നിട്ട് പറയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒപ്പിടുന്നത് വേറെ ലോ ആണ്, എന്നാൽ ബോർഡ്സ് റിപ്പോർട്ട് ഒപ്പിടുന്നത് വേറെ ലോ ആണ്. ബോർഡ്സ് റിപ്പോർട്ട് ഒപ്പിടേണ്ട ആരാണ്, ഒന്നീ ചെയർപേഴ്സൺ, കമ്പനിയുടെ ചെയർമാൻ ഒപ്പിടണം. ഇല്ലാത്ത പക്ഷം 2 ഡയറക്ടർ ഒപ്പിടണം, അവരെ ഓതറൈസ് ചെയ്തിരിക്കണം പ്രത്യേകിച്ച്. അല്ലാത്ത പക്ഷം ഈ ഒന്നൊരു കൺഫ്യൂസ് ചെയ്യുന്നില്ല, ഒന്നൊരു പറയാം, ചെയർമാൻ ആയാലും കൊള്ളാം, 2 ഡയറക്ടർ ആയാലും കൊള്ളാം, അവർ പ്രത്യേകം ഓതറൈസ് ചെയ്തിരിക്കണം. ചെയർമാൻ ആയാലും ഒന്നി ചെയർമാൻ മാത്രം ഒപ്പിട്ടാൽ മതി, ഇല്ലെങ്കിൽ 2 ഡയറക്ടർ ഒപ്പിടണം. ആ 2 ഡയറക്ടറിൽ ഒരാൾ MD ആയിരിക്കും, മാൻഡേറ്ററി ആണ്. ഇതാണ് അത് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ. പെനാൽറ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. CSR ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു അല്ലേ, CSR എന്ന് പറയുന്നത് വേറൊരു ഏരിയയാണ്, ഒത്തിരി നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അത് റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക വീഡിയോ അല്ലെങ്കിൽ പ്രത്യേക ലെക്ചറിങ് ഞാൻ വേണ്ടി നടത്താം. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും സെക്ഷൻ 130, സെക്ഷൻ 131, സെക്ഷൻ 134, സെക്ഷൻ 134 സബ്സെക്ഷൻ 5. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ 2 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നല്ല ഏരിയസ് ആണ് ഇതൊക്കെ, ക്വാളിറ്റിയുള്ള ഏരിയസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നല്ലതിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. CSR ഇവിടെ കിടക്കട്ടെ. നമുക്ക് എന്താണ് CSR ബന്ധപ്പെട്ടത് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഡീലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. CSR നമ്മൾ വിട്ട് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വേറെന്താ ഉള്ളത്? ഓക്കെ, അതിൻ്റെ കോപ്പീസ് കൊടുക്കണം അല്ലേ. റൈറ്റ് ടു മെമ്പേഴ്സ് ടു കോപ്പീസ് ഓഫ് ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ഒന്നും അല്ല, എങ്കിലും അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിത് മതിയാക്കാൻ പറ്റും. ഇത്രയും മതിയാവും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ല. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നിങ്ങൾക്ക് ഓവറോൾ വ്യൂ അക്കൗണ്ട്സിനെ കുറിച്ച് എന്താ പറയുക നല്ല രീതിയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള സെക്ഷൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും തുടക്കത്തിൽ ഞാൻ പറയാം, 2 Clause 13 മുതൽ തുടങ്ങി, പിന്നെ എന്താണ് 124 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, വിവിധമായിട്ട് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഒപ്പിടുന്ന രീതി, പിന്നെ റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്താണ്, അതേപോലെ തന്നെ എന്താണ് റീ ഓപ്പണിംഗ് ഓഫ് എന്താണെങ്കിൽ റിവൈസ്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ചെയ്യുക. ഇതൊക്കെയാണ് പൊതുവെ ചോദിക്കുന്ന ഏരിയ. ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻസ് മെയിനായിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ഡയറക്ടേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാമോ, ഇൻസ്പെക്ട് ചെയ്യില്ല, ഷെയർ ഹോൾഡേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാമോ എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ എല്ലാ ട്രിക്കി ഏരിയസ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കേട്ടുന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട്
അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഓക്കെ, താങ്ക് യു.